ഒരു നിമിഷം മനമുയർത്താം അർദ്ധാരവീതിൽ വലയാം ഹൃദയങ്ങൾ പാവനമാർഗം സ്നേഹപൂജ തുറങ്ങാം ഒരു നിമിഷം മനമുയർത്താം അർദ്ധാരവീതിൽ വലയാം ഹൃദയങ്ങൾ പാവനമാർഗം സ്നേഹപൂജ തുറങ്ങാം തിരിഞ്ഞു പൂജമണി മുഴങ്ങി കാൽവാരിയാഗത്തിൽ വിരി തുറന്നു സ്വർഗീയ വൃന്ദം നിരന്നു തിരിഞ്ഞു പൂജമണി മുഴങ്ങി കാൽവാരിയാഗത്തിൽ വിരി തുറന്നു സ്വർഗീയ വൃന്ദം നിരന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, 8 നോമ്പിൻ്റെ ഈ പുണ്യദിനങ്ങളിൽ നമ്മൾ ഈ ദിവസങ്ങളായിരുന്നു. 7ാമത്തെ ദിവസം പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ഈ ബലിയർപ്പിക്കുവാൻ ദൈവം നമ്മെ അനുവദിച്ചിരിക്കുമ്പോൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് അവിടത്തോട് കൂടെയായിരിക്കും. അമ്മയുടെ വലിയ സാന്നിധ്യം, അമ്മയുടെ വലിയ സംരക്ഷണം, അമ്മയുടെ വലിയ മാധ്യസ്ഥം കർത്താവ് നമുക്ക് നിറച്ചു നൽകുവാൻ എപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്. കുരിശിന്റെ ചുവട്ടിൽ നിൽക്കുന്ന യോഹന്നാനെ തൻ്റെ അമ്മയെ ഭരമേൽപ്പിച്ചുകൊണ്ട് അതിലൂടെ നമുക്കും അമ്മയെ യേശു നൽകി. നമ്മുടെ കുടുംബത്തില്, നമ്മുടെ വ്യക്തി ജീവിതത്തില്, നമ്മുടെ ഉദ്യമങ്ങളില്, നമ്മൾ എന്തൊക്കെ ആയിരിക്കുന്നുവോ, എവിടെയൊക്കെ ആയിരിക്കുന്നുവോ, അവിടെയൊക്കെ അതിലൊക്കെ അമ്മ നമ്മുടെ കൂടെ വസിക്കുന്ന സാന്നിധ്യമാണ്. സാന്നിധ്യമാകണം, സാന്നിധ്യമാക്കണം. അതിനുവേണ്ടിയാണ് യേശു നമുക്ക് അമ്മയെ തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇന്ന് ബലി അർപ്പിക്കുമ്പോൾ നമ്മൾ കർത്താവിന്റെ കുരിശിന്റെ ചുവട്ടിലാണ് നിൽക്കുന്നത്. ഈ ബലി അർപ്പിക്കാൻ നിൽക്കുമ്പോൾ നമ്മുടെ വേദനകള്, ദുഃഖഭാരങ്ങള്, നമ്മുടെ സങ്കടങ്ങള്, നമ്മുടെ അസ്വസ്ഥതകൾ എന്തുമാകട്ടെ നമ്മളായിരിക്കുന്നത്, നമ്മുടെ വീടിരിക്കുന്ന മണ്ണ്, ജോലി, സാമ്പത്തിക മേഖല, മക്കളുടെ പഠനം, നിങ്ങളുടെ കുടുംബജീവിതം, എല്ലാ നിയോഗങ്ങളോട് കൂടി നമുക്കിന്ന് ഈ കുരിശിൻ ചുവട്ടില് അമ്മയോടെ വലിയ സാന്നിധ്യത്തില് യോഹന്നാനുണ്ട്, മഗ്ദല മറിയുണ്ട്, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന്റെ നിറസാന്നിധ്യം ഇവിടെയുണ്ട്. സ്വർഗം മുഴുവനും നമ്മുടെ കൂടെയുണ്ട്. ആ വലിയ സാന്നിധ്യത്തോട് ചേർത്ത് നമ്മെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ബലിയർപ്പിക്കാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ മാധ്യസ്ഥത്തില് കർത്താവിന്റെ ബലിയോട് ചേർത്ത് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി അച്ഛനും പ്രാർത്ഥിക്കുന്നു. നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. ലോകം മുഴുവനെയും നമുക്ക് സമർപ്പിക്കാം. ഒത്തിരിയേറെ മഹാമാരിയും അനുബന്ധമായ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഇന്ന് ലോകം മുഴുവൻ നേടുകയാണ്. ഒത്തിരിയേറെ തീവ്രവാദത്തിന്റെ, ഭീകരവാദത്തിന്റെ ഒത്തിരി പ്രശ്നങ്ങൾ നമ്മൾ ഇന്ന് നേരിടുകയാണ്. ഇതിനൊക്കെ ഒറ്റ പരിഹാരമുള്ളൂ. നാരകീയ സർപ്പത്തിന്റെ തലയെ തകർത്ത പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം, കർത്താവിന്റെ കുരിശിലെ ബലിയുടെ ശക്തി. ഇതാണ് ഈ ബലിയിലൂടെ പിതാവായ ദൈവം തന്റെ മക്കളായി നമുക്ക് നൽകുക. അതെല്ലാം അനുഭവിച്ചുകൊണ്ട് നമുക്ക് ഇന്ന് ഈ ബലി ഒരുമിച്ച് അർപ്പിക്കാം. കർത്താവ് നമ്മെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം. ഒരുമയോടി ബലി അർപ്പിക്കാം. അനുരഞ്ജിതനായി തീർന്നിടാം. ഒരു പീഠമൊരുക്കിടാം. ഗുരുവിൻ സ്നേഹമൊടിയാകും തിരുമുൻപാകെ അണച്ചിടാം. തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം. ഒരുമയോടി ബലി അർപ്പിക്കാം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക്
സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. പരിശുദ്ധൻ സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുക്കുമാരനെ മനുഷ്യവർഗത്തിന്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി ഞങ്ങൾക്ക് നൽകിയതിന് നന്ദി പറയുന്നു. അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ മിശിഹായ്ക്ക് ജന്മം നൽകിയ പരിശുദ്ധ കന്യകാമറിയത്തെ ഞങ്ങൾക്ക് മാതാവായി തന്ന അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. അങ്ങയുടെ രക്ഷാകര രഹസ്യങ്ങളുടെ അനുസ്മരണവും ആഘോഷവുമായ ഈ വിശുദ്ധ ബലി യോഗ്യതാപൂർവം അർപ്പിക്കുവാൻ ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകളെന്നും ഞാൻ. സകലേശാനിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. കർത്താവേ നിൻ സ്തുതി പാടും, അനുദിനമങ്ങൈ വാഴ്ത്തും ഞാൻ. നാഥൻ മഹിമ നിറഞ്ഞവനും പാരം സ്തുത്യനുമെന്നെന്നും. അനവദ്യൻ മമനാഥാനിൻ മഹിമയ്ക്കളവിൽ അറിവോ ഞാൻ. തലമുറ തലമുറയോടെന്നും തവ കർമ്മങ്ങൾ വിവരിക്കും. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങയെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥാ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമവോന്നതമാം ഉദ്ധാരം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. എന്റെ കർത്താവേ, നീ സത്യമായും
ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനും ആകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വരും ഒന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, കാരുണ്യപൂർവം ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. സർവജ്ഞനായ ഭരണകർത്താവും തന്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയനീയനായ പരിപാലകനും സകല നന്മകളുടെയും സൗഭാഗ്യങ്ങളുടെയും ഉറവിടവുമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. എന്റെ സഹോദരൻ തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ ഗുരുവ് ആശീർവദിക്കണമേ. മിശിഹ നിന്നെ അനുഗ്രഹിക്കട്ടെ. ഇത് അവരെ അനുസ്മരിപ്പിക്കുക. വാക്കുകളെ ചൊല്ലി തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കാൻ അവരെ ദൈവസന്നിധിയിൽ ഉപദേശിക്കുക. ഇത്തരം തർക്കങ്ങൾ യാതൊരു ഗുണവും ചെയ്യുകയില്ല, ശ്രോതാക്കളെ നശിപ്പിക്കുകയേ ഉള്ളൂ. സത്യത്തിന്റെ വചനം ഉചിതമായി കൈകാര്യം ചെയ്തുകൊണ്ട് അഭിമാനിക്കാൻ അവകാശമുള്ള വേലക്കാരനായി ദൈവത്തിനു മുമ്പിൽ അർഹതയോടെ പ്രത്യക്ഷപ്പെടാൻ ഉത്സാഹപൂർവ്വം പരിശ്രമിക്കുക. ലൗകികമായ വ്യർത്ഥ ഭാഷണം ഒഴിവാക്കുക, അല്ലെങ്കിൽ അത് ജനങ്ങളെ ഭക്തിരാഹിത്യത്തിലേക്ക് നയിക്കും. ഈ ഭക്തിരഹിതരുടെ സംസാരം ശരീരത്തെ കാർന്നു തിന്നുന്ന വ്രണം പോലെ പടർന്നു പിടിക്കും. നമ്മുടെ കർത്താവ് കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നല്ലൊരാശയമെന്മനതാരിൽ വന്നു നിറഞ്ഞു തുളുമ്പിടുന്നു. രാജാവിൻ തിരുമുൻപിൽ കീർത്തന മധുവായി ഞാനതൊഴുക്കിടട്ടെ. ഏറ്റമനോഗ്രഹപൂരിത കവിതൻ തുരിക പോലെന്നാവിപ്പോൾ, സാധനം അതുപോൽ സുതനും പരിശുദ്ധാത്മാവിനും സ്തുതിയുയരട്ടെ. ആദ്യം മുതൽക്കേ നിത്യവുമായി സ്തുതിച്ചിടട്ടെ. ആമേൻ. ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ.
നമുക്ക് സദാപൂർവം എന്ന പരിശുദ്ധ സുശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 12:41 മുതലുള്ള തിരുവചനങ്ങൾ. പത്രോസ് ചോദിച്ചു, കർത്താവേ, നീ ഈ ഉപമ പറയുന്നത് ഞങ്ങൾക്ക് വേണ്ടിയോ എല്ലാവർക്കും വേണ്ടിയോ? അപ്പോൾ കർത്താവ് പറഞ്ഞു, വീട്ടു ജോലിക്കാർക്ക് യഥാസമയം ഭക്ഷണം കൊടുക്കേണ്ടതിന് യജമാനൻ അവരുടെ മേൽ നിയമിക്കുന്ന വിശ്വസ്തനും വിവേകിയുമായ കാര്യസ്ഥൻ ആരാണ്? യജമാനൻ വരുമ്പോൾ ജോലിയിൽ വ്യാപൃതനായി കാണപ്പെടുന്ന ഭൃത്യൻ ഭാഗ്യവാൻ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവൻ തന്റെ സകല സ്വത്തുക്കളുടെയും മേൽ അവനെ നിയമിക്കും. എന്നാൽ ആ ഭൃത്യൻ തന്റെ യജമാനൻ വരാൻ വൈകും എന്ന് ഉള്ളിൽ കരുതി യജമാനന്റെ ദാസന്മാരെയും ദാസിമാരെയും അടിക്കാനും ഇന്ന് കുടിച്ച് ഉന്മത്തനാകാനും തുടങ്ങിയാൽ പ്രതീക്ഷിക്കാത്ത ദിവസത്തിലും അറിയാത്ത മണിക്കൂറിലും യജമാനൻ വരികയും അവനെ ശിക്ഷിച്ച് അവന്റെ പങ്ക് അവിശ്വാസികളോട് കൂടെ ആക്കുകയും ചെയ്യും. യജമാനന്റെ ഹിതം അറിഞ്ഞിട്ടും അതനുസരിച്ച് പ്രവർത്തിക്കുകയോ അതിന് ഒരുങ്ങുകയോ ചെയ്യാത്ത ഭൃത്യൻ കഠിനമായി പ്രഹരിക്കപ്പെടും. എന്നാൽ അറിയാതെയാണ് ഒരുവൻ ശിക്ഷാർഹമായ തെറ്റു ചെയ്തതെങ്കിൽ അവൻ ലഘുവായേ പ്രഹരിക്കപ്പെടുകയുള്ളൂ. അധികം ലഭിച്ചവനിൽ നിന്ന് അധികം ആവശ്യപ്പെടും. അധികം ഏൽപ്പിക്കപ്പെട്ടവനോട് അധികം ചോദിക്കും. നമുക്ക് ശാന്തമായ സ്വസ്ഥാനങ്ങളിൽ ഇരിക്കാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിനു വേണ്ടി നമ്മൾ ഒരുങ്ങി. നാളെ നമ്മൾ അമ്മയുടെ ജനന തിരുനാള് വലിയ സന്തോഷത്തോടെ നമ്മൾ ആഘോഷിക്കുകയാണ്. നമുക്കറിയാം, പരിശുദ്ധ അമ്മയുടെ ജനനം എന്ന് പറയുമ്പോൾ തന്നെ ഈ ലോകത്തിന്, മനുഷ്യകുലത്തിന് മുഴുവൻ വലിയ സന്തോഷത്തിന്റെ ഒരു അനുഭവമാണ് നൽകുന്നത്. കാരണം പാപത്തിന്റെ, ശാപത്തിന്റെ, മരണത്തിന്റെ, സാത്താന്റെ ഒരു സാന്നിധ്യമില്ലാത്ത ഒരു ജനനം എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മയുടെ ശക്തമായ ഒരു ജനനമാണ്. ഈശോയുടെ ജനനം നമുക്കറിയാം. ആദത്തിന്റെയും ഹവ്വായുടെയും ഉത്ഭവം നമുക്കറിയാം. സ്നാപയോഹന്നാൻ ജന്മപാപത്തോടെ ജനിച്ചുവെങ്കിലും ഉദരത്തിൽ വച്ച് തന്നെ പരിശുദ്ധാത്മാവിനാൽ ശുദ്ധീകരിക്കപ്പെട്ടു. നമുക്കറിയാം, നമ്മള് വിശുദ്ധരുടെയൊക്കെ തിരുനാൾ ആഘോഷിക്കുന്നത് ജനന തിരുനാളല്ല, പിന്നെന്താണ്? മരിക്കുന്ന ദിവസമാണ്, മരണത്തിന്റെ തിരുനാളാണ്. എന്ന് പറഞ്ഞാൽ അവർ സ്വർഗത്തിൽ ജനിച്ചതിന്റെ തിരുനാൾ ദിവസം നമ്മൾ ആഘോഷിക്കുന്നത്. ജനന തിരുനാൾ ആരുടെയൊക്കെ ആഘോഷിക്കുന്നത്? ഈശോയുടെ ജനന തിരുനാൾ ആഘോഷിക്കും, പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാൾ ആഘോഷിക്കും, വിശുദ്ധ സ്നാപക യോഹന്നാന്റെ ജനന തിരുനാൾ ആഘോഷിക്കും. വേറെ ആരുടെയും ജനന തിരുനാള് നമ്മൾ ആഘോഷിക്കത്തില്ല. ജനിക്കുന്ന ദിവസമല്ല ആഘോഷിക്കുന്നത്, പിന്നെയോ മരിച്ച ദിവസം. അന്നാണ് അവർ സ്വർഗത്തിലേക്ക് പ്രവേശിച്ച്, അല്ലെങ്കിൽ സ്വർഗത്തിൽ ജനിച്ചത്. അതുകൊണ്ട് തന്നെ മാതാവിന്റെ ജനനം എന്ന് പറയുമ്പോൾ പരിശുദ്ധ അമ്മ, ദൈവകൃപ നിറഞ്ഞ അമ്മ, യോവാക്യമിന്റെയും അന്നാമ്മയുടെയും മകളായിട്ട്. അവർക്ക് ആദ്യമൊന്നും മക്കളുണ്ടായില്ലല്ലോ, നമുക്കറിയാം. വാർദ്ധക്യത്തില് ഒത്തിരി പ്രാർത്ഥിച്ച് നേർച്ച നേർന്ന് കുഞ്ഞിനെ ദൈവത്തിന് സമർപ്പിച്ചോളാം എന്നൊക്കെ നേർന്ന് അതിനനുസരിച്ച് അവരൊരുങ്ങി. അതോടൊപ്പം തന്നെ ദൈവമായ കർത്താവ് ഈ കുഞ്ഞാകുന്ന പരിശുദ്ധ കന്യക മറിയത്തിന് ഒരു പ്രത്യേക അഭിഷേകം കൊടുത്തു. എന്താണ്? ജന്മപാപം ഇല്ലാതെ ജനിക്കാനുള്ള ഭാഗ്യം അങ്ങോട്ട് കൊടുത്തു. നമുക്കറിയാം, നമ്മളൊക്കെ ജനിച്ചത് എങ്ങനെയാ? ജന്മപാപത്തോടെയാ. ജനിച്ചപ്പോ തന്നെ, അതാണ് ദാവീദ് പറയുന്നത് 51 സങ്കീർത്തനത്തില്, അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോഴേ ഞാൻ പാപിയ. നമ്മളൊക്കെ ജന്മപാപത്തോടെ ജനിച്ചവരാ. അതുകൊണ്ട് തന്നെ പാപമുള്ളിടത്ത് പിശാചിന് ഒരു അവകാശമുണ്ട്. അപ്പൊ നമ്മൾക്ക് നമ്മുടെ ജനനത്തിൽ തന്നെ പാപത്തിന്റെ സാന്നിധ്യമുണ്ട്. പിശാചിന്, പാപത്തിന്റെ ശക്തിക്ക് നമ്മുടെ മേൽ ഒരു നിയമപരമായ അവകാശം കിട്ടിയിട്ടുണ്ട്. പരിശുദ്ധ അമ്മയ്ക്ക് ജന്മപാപം ഇല്ലാതെ
ജനിക്കാനുള്ള ഭാഗ്യം സ്വർഗസ്ഥനായ പിതാവ് ത്രിയേക ദൈവം കനിഞ്ഞു നൽകി. ഇതിന് വചനത്തിന് മാംസം ധരിക്കാൻ, പരമപരിശുദ്ധനായ ഈശോയ്ക്ക് ജനിക്കാൻ വേണ്ടി മാത്രം ഈശോയെ മാംസം ധരിച്ച്, ഈശോയെ പ്രസവിച്ച്, ഈശോയെ വളർത്തി, ഈശോയെ കുരിശിൽ ബലിയായി അർപ്പിച്ച് മാനവകുലത്തിന് നൽകാൻ വേണ്ടി ദൈവം പരിശുദ്ധ അമ്മയെ അനാദികാലം മുതലേ മുമ്പേ തെരഞ്ഞെടുത്തപ്പോൾ ആ അമ്മ ജനിക്കാനായിട്ട് ദൈവം പാപമില്ലാത്തൊരവസ്ഥ കൊടുത്തു. അതെങ്ങനെയാണ്? തന്റെ തിരുക്കുമാരനിൽ പൂർത്തീകരിക്കാനിരിക്കുന്ന കുരിശിലെ ബലിയുടെ യോഗ്യത. അതൊക്കെ ഭയങ്കരമായിട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയാം. ആ പാപത്തെ നീക്കിയ, മരണത്തെ പരാജയപ്പെടുത്തിയ, സാത്താന്റെ ശക്തികളെ നിർവീര്യമാക്കിയ ഈശോയുടെ കുരിശിലെ ബലിയുടെ യോഗ്യത അമ്മയ്ക്ക് മുൻകൂട്ടി നൽകി. അങ്ങനെ പാപമില്ലാതെ, മരണത്തിന് സ്വാധീനമില്ലാതെ, പിശാചിന് അവകാശമില്ലാതെ നമ്മുടെ അമ്മ അമലോത്ഭവയായിട്ട് ജനിച്ചു. അതുകൊണ്ട് തന്നെ ഫുൾട്ടൻ ജേഷീൻ എന്ന് പറയുന്ന ബിഷപ്പ് പറയുന്നുണ്ട്, അമ്മ ജനിച്ചപ്പോ തന്നെ പിശാച് ഞടുങ്ങി വിറച്ചു, നരകം പ്രകമ്പനം കൊണ്ടു. കാരണം മറ്റൊന്നുമില്ല, പാപമുള്ളിടത്തെ പിശാചിന് അവകാശമുള്ളൂ, പാപമില്ലാത്തിടത്ത് പിശാചിന് അവകാശമില്ല. ഈ കുഞ്ഞ് ജനിച്ചപ്പോൾ തന്നെ പാപമില്ലാത്ത അവസ്ഥയിൽ ജനിച്ചതുകൊണ്ട് ഈ കുഞ്ഞിന്റെ മേൽ ഒരിക്കലും ഒരു കാരണവശാലും പിശാചിന് അവകാശമില്ല. മാത്രമല്ല 33:15 ദൈവം പറഞ്ഞു, സർപ്പത്തോട് പറഞ്ഞു, നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവരുടെ സന്തതിയും തമ്മിലും ശത്രുത ഉളവാക്കും, അവൾ നിന്റെ തല തകർക്കും. പ്രിയപ്പെട്ട ദൈവമക്കളെ, സാത്താനെതിരെ ശക്തമായ ഒരു ആയുധമാണ്, വജ്രായുധമാണ് പരിശുദ്ധ അമ്മ. ദൈവം പിശാചിനോട് ശത്രുത ഉളവാക്കി സൃഷ്ടിച്ചവളാണ് പരിശുദ്ധ അമ്മ. അതുകൊണ്ട് തന്നെ ഈ അമ്മയുടെ ജനനം എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷ. കാരണം എന്താ? നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കുന്ന സാത്താനെതിരെ, തിന്മകൾക്കെതിരെ, പാപത്തിനെതിരെ, പൈശാചിക പീഡകൾക്കെതിരെ നമുക്ക് ദൈവം തന്നിരിക്കുന്ന ശക്തമായ ആയുധമാണ് പരിശുദ്ധമ്മ. അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ ബെർണാർഡ് പറഞ്ഞ, അമ്മയുടെ സഹായം അപേക്ഷിച്ചവരിൽ ഒരുവൻ പോലും ഉപേക്ഷിക്കപ്പെട്ടതായിട്ട് ലോകത്തിൽ കേട്ടിട്ടില്ല. അമ്മ ഭയങ്കര ശക്തിയാണ്, അമ്മ സൈന്യാധിപയാണ്, അമ്മ ദൈവകൃപ നിറഞ്ഞവളാണ്, അമ്മ വലിയ ശക്തിയാണ്. ഈ അമ്മയെയാണ് പ്രിയപ്പെട്ട മക്കളെ ദൈവം തൻ്റെ മക്കളായ നമുക്ക് കൂടെ വസിക്കുന്ന, നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന, നമ്മെ സംരക്ഷിക്കുന്ന ശക്തമായ സാന്നിധ്യമായിട്ട് നൽകിയിരിക്കുന്നു. ഈ അമ്മയുടെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോ, അമ്മയുമായിട്ട് നമ്മൾ ബന്ധപ്പെടുമ്പോൾ നമുക്ക് വേണ്ട ഒരു വലിയൊരു കാര്യമുണ്ട്. ഈ അമ്മയെ നമ്മൾ ശരിക്കും കണ്ട് പഠിച്ച് അനുഭവിക്കണം. നമ്മളിന്ന് സുവിശേഷത്തിൽ വായിച്ചു കേട്ടു ഒരു ഭൃത്യനെ കുറിച്ച്, അമ്മയുടെ ജീവിതത്തെ കുറിച്ച് ഒരു അല്പസമയം, നമുക്ക് സമയമൊന്നുമില്ല, ചെറുതായിട്ടൊന്നും കാണാം. അതായത് അമ്മ ജീവിച്ച ജീവിതം എന്തായിരുന്നു? ഇവിടെ നമ്മൾ കണ്ടു, കർത്താവ് പറയൊരു ഒരു വിശ്വസ്തനും വിവേകിയുമായ കാര്യസ്ഥൻ ആരാണ്, ഭൃത്യൻ ആരാണ്? ഇവിടെ കർത്താവ് പറയുന്നുണ്ട്, അവനെ ഭരമേൽപ്പിച്ചിട്ടുണ്ട്. എന്താണ്? തന്റെ ദാസന്മാർക്ക് സമയത്ത് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ദൈവം നിയോഗിച്ചവനാണ് ഈ ഭൃത്യൻ. അവൻ എപ്പോഴാണ് വിശ്വസ്തനായിരിക്കുന്നത്? യജമാനൻ വരുമ്പോൾ ജോലിയിൽ വ്യാപൃതനായിരിക്കണം. യശോദാമ്മ മാലാഖയുടെ മുമ്പില് മംഗളവാർത്ത സമയത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതാ കർത്താവേ നിന്റെ ദാസി. ഭൃത്യയാണ്. അമ്മയ്ക്കറിയാം, ഞാനൊരു കർത്താവിന് ദാസിയാണ്. എന്റെ ദൈവം എന്നെ ഒരു ദൗത്യം ഏൽപ്പിച്ചക. എന്താണ് മാതാവിനെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം? ഇത് മറ്റൊന്നുമല്ല, ഈ ഭൃത്യന്റെ പണിയാണ്. എന്താണ്? തൻ്റെ മക്കൾക്ക് സമയത്ത് ആഹാരം കൊടുക്കുന്ന, അപ്പം കൊടുക്കുന്ന പണി. എന്താണ് അപ്പം കൊടുക്കാന്ന് പറഞ്ഞ മാതാവിന്റെ പണി? എന്താണ് യഥാർത്ഥമായ അപ്പം? ഈശോ പറഞ്ഞില്ലേ, ഞാനാണ് ജീവന്റെ അപ്പം. യോഹന്നാന്റെ സുവിശേഷത്തില് 6-ാം അധ്യായത്തില് ജീവന്റെ അപ്പത്തെ കുറിച്ച് പറയും. ഈശോ പറയുന്നുണ്ട്, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പം ഞാനാണ്.
മനുഷ്യന്റെ ജീവന് വേണ്ടി, ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്നത് എന്റെ ശരീരമാണ്. അപ്പൊ ഈശോയാകുന്ന, ജീവന്റെ അപ്പമാകുന്ന ഈശോയെ ഉദരത്തിൽ വഹിച്ച്, ഈശോയെ പ്രസവിച്ച്, ഈശോയെ വളർത്തി, ഈശോയെ കുരിശിൽ ബലിയായി അർപ്പിച്ച് അവനെ, അപ്പമാകുന്ന യേശുവിനെ നമുക്ക് തരുന്ന ഒരു വലിയ പണിയാണ് പരിശുദ്ധ അമ്മയെ പിതാവായ ദൈവം ഭരമേൽപ്പിച്ചത്, ത്രിയേക ദൈവം ഭരമേൽപ്പിച്ചത്. അമ്മ അത് വിശ്വസ്തയോടുകൂടി, വിവേകത്തോടു കൂടി ചെയ്തു. അതാണ് മക്കളെ അമ്മയുടെ കരുത്ത്. നമ്മൾ അറിയണം, നമ്മളെല്ലാവരും സൃഷ്ടിക്കപ്പെട്ടത്, നമ്മളെല്ലാവരും നിർമ്മിക്കപ്പെട്ടത് നമുക്ക് ആർക്കും വേണ്ടിയല്ല. ഇന്ന് മനുഷ്യനൊരു തെറ്റിദ്ധാരണയുണ്ട്. നമ്മുടെ പ്രാർത്ഥനയുടെ രീതികൾക്കും തെറ്റുണ്ട്. എന്ന് പറഞ്ഞാല് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് എന്റെ ഇഷ്ടം നടക്കണം, എന്റെ ആഗ്രഹം പോലെ നടക്കണം, ഞാൻ പറയുന്ന സമയത്ത് നടക്കണം, ഞാൻ ആഗ്രഹിക്കുന്ന പോലെ എന്റെ സ്വപ്നങ്ങൾ പൂവണിയണം, എനിക്ക് വിദേശത്ത് പോകണം, എനിക്ക് ജോലി കിട്ടണം, എന്റെ കൊച്ചിന്റെ കല്യാണം നടക്കണം. ഇങ്ങനെ പല പല നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. എന്നാൽ പ്രിയപ്പെട്ടവരെ, എഫേസുസ്കാർക്ക് എഴുതിയ ലേഖനത്തില്, വിശുദ്ധ പൗലോസ്ലീഹ എഫേസുസ്കാർക്ക് എഴുതിയ ലേഖനത്തില് 2-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാചനത്തിൽ പറയുന്നുണ്ട്, ശരിക്കും ശ്രദ്ധിക്കണം, നാം ദൈവത്തിന്റെ കരവേലയാണ്. അത് പറഞ്ഞ നാം എന്താണ്? ദൈവത്തിന്റെ കരവേല. ഇതിന്റെ ബാക്കി പറയാണ്, നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവർത്തികൾക്ക് വേണ്ടി യേശു ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. എന്താ മനസ്സിലായേ? നമ്മെ ദൈവം സൃഷ്ടിച്ചപ്പോൾ തന്നെ ദൈവം നമ്മിലൂടെ പൂർത്തീകരിക്കപ്പെടേണ്ട ചില കാര്യങ്ങളെ കുറിച്ച് മുൻകൂട്ടി തീരുമാനിച്ച് വച്ചിട്ടുണ്ട്. ഈ മാതാവിനെ സംബന്ധിച്ച് എന്താണ് ഏൽപ്പിച്ച ദൗത്യം? യേശുവാകുന്ന വചനത്തെ, യേശുവാകുന്ന ജീവന്റെ അപ്പത്തെ ഉദരത്തിൽ വഹിച്ച്, മാംസം ധരിച്ച്, അവനെ വളർത്തി, അവനെ വലുതാക്കി, അവനെ ബലിയായിട്ട് അർപ്പിച്ച്, അവന്റെ തിരുശരീരവും തിരുരക്തവും അനേക മക്കൾക്ക് കൊടുക്കാൻ ദൗത്യമേൽപ്പിച്ചവളാ ഈ പരിശുദ്ധയമ്മ. കരവേല. അതാണ് മാതാവിന് മുമ്പിൽ ഇംഗ്ലീഷിൽ എന്താ പറയുന്നത്? മാതാവ്, ഐ ആം ദ ഹാൻഡ്മെയ്ഡ് ഓഫ് ദ ലോഡ്. ഹാൻഡ്മെയ്ഡ് ഓഫ് ദ ലോഡ്. കരവേലയാണ്. കറക്റ്റ് വാക്ക, ഹാൻഡ്മെയ്ഡ്, കരവേല. അതെ, പരിശുദ്ധമ്മയ്ക്കറിയാം ഞാൻ ദൈവത്തിന്റെ കരവേലയാ. എന്നിട്ട് ഈ ദൗത്യത്തെ കുറിച്ചും അമ്മയ്ക്ക് വ്യക്തമായ ബോധ്യം ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നോക്കി അമ്മയുടെ ജീവിതത്തിലേക്ക്. അമ്മ ഒരിക്കലും അമ്മയുടെ ഒരു ഇഷ്ടത്തിന് വേണ്ടി ജീവിച്ചിട്ടില്ല. നമ്മുടെയൊക്കെ ജീവിതത്തില് ഞാൻ അച്ഛനാ, എനിക്ക് ഒത്തിരി ഇഷ്ടങ്ങളുണ്ട്. പക്ഷെ എന്റെ ദൈവം എന്നെ നിയോഗിച്ചത് കൃത്യമായ ചില പദ്ധതികൾക്ക് വേണ്ടിയാണ്. അത് ഞാൻ ദൈവത്തോട് ചോദിച്ച് മനസ്സിലാക്കി, പൗരോഹിത്യത്തിന്റെ മഹത്വം, അതിന്റെ ഉത്തരവാദിത്വം, അതിന്റെ വിശുദ്ധി, അതിന്റെ അടിസ്ഥാനം മനസ്സിലാക്കി ഞാൻ ജീവിക്കണം. ഒരിക്കൽ പോലും എന്റെ ഇഷ്ടം, എനിക്ക് എന്റെ ഇഷ്ടങ്ങളുണ്ട്, എന്റെ ജഡത്തിന്റെ താല്പര്യങ്ങളുണ്ട്, എനിക്ക് ഒത്തിരി സ്വപ്നങ്ങളുണ്ട്, ആഗ്രഹങ്ങളുണ്ട് മാനുഷികമായിട്ട്. പക്ഷെ ഞാൻ അതല്ല നിർവഹിക്കണ്ടേ. നിന്റെ കുടുംബജീവിതത്തില് നീ ആരുമാകട്ടെ, പഠിക്കുന്ന ഒരു കുഞ്ഞായിരിക്കാം, ഭാര്യയായിരിക്കാം, ഭർത്താവായിരിക്കാം, അച്ഛനായിരിക്കാം, കന്യാസ്ത്രീ ആയിരിക്കാം, ആരുമാകട്ടെ, നിന്നെക്കുറിച്ചും എന്നെക്കുറിച്ചും ദൈവത്തിന് വ്യക്തമായ പദ്ധതി മുൻകൂട്ടി ദൈവം തീരുമാനിച്ചു വച്ചിട്ടുണ്ട്. അത് നിറവേറണം. അതിനിടയിൽ നമുക്ക് ഇന്ന് ദിവസങ്ങളൊക്കെ ഇവിടെയൊക്കെ ഒത്തിരി കേസുകളുണ്ട്. ഡൈവോഴ്സ്, കല്യാണം കഴിഞ്ഞിട്ട് 7 മാസം 8 മാസം. ഇന്നൊരു കേസ് വന്ന അടുത്ത മാസം ആദ്യത്തെ കൊച്ചുണ്ടാകാൻ പോവാ. പോലീസ് കേസായിട്ട് 2 വീട്ടിലാ. കൊച്ചിന്റെ കാര്യം പറഞ്ഞപ്പോ അവള് പറഞ്ഞു എന്റെ കൊച്ചിനെ ഞാൻ വളർത്തിക്കോളാം. കേസ്, ഡൈവോഴ്സ്. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് അവനവനിസം, എന്റെ ഇഷ്ടം, എന്റെ സുഖം, എന്റെ താല്പര്യം, അതാ എല്ലാവർക്കും വേണ്ടത്. അതിനുവേണ്ടി പ്രാർത്ഥന. കർത്താവേ, എനിക്കിത് നടത്തി തരണം. എന്റെ പ്രിയപ്പെട്ടവരെ, മാതാവിനെ നോക്കിക്കേ, മാതാവിനെ കണ്ടു പഠിക്കണം. അപ്പൊ നമുക്ക് ചില കാര്യങ്ങളുണ്ടല്ലോ, ചില സഹനങ്ങള്, ചില വിരഹങ്ങള്, ചില ദുഃഖങ്ങള്, ചില സങ്കടങ്ങള്, ചില കുരിശുകള്, അത് നമ്മളൊക്കെ
ചിലപ്പോൾ വഹിക്കേണ്ടി വരും. ഞാനേ ഇന്ന് നമ്മൾ അച്ഛന്റെ യൂട്യൂബ് ചാനലില് മാതൃചിന്തകൾ എന്ന് പറഞ്ഞിട്ടൊരു ശുശ്രൂഷയുണ്ട് 7 ദിവസങ്ങളിൽ. ഇന്നത്തെ വിഷയം ഇതായിരുന്നു, വചനം ശരിക്കും മാംസം ധരിച്ചവളാണ് പരിശുദ്ധയമ്മ. ഈശോ പറഞ്ഞു മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വചനത്തില് ഈശോ പറഞ്ഞൊരു വചനമുണ്ട്, അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷപ്പെടും. അതാണ് അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ. മാതാവിന്റെ ജീവിതത്തിൽ നോക്കിക്കേ, അവസാനം വരെ അമ്മ സഹിച്ചു. അമ്മയുടെ ഉദരത്തിൽ ഈശോ ഉരുവായപ്പോൾ തന്നെ അമ്മയ്ക്കറിയാം ഈ ഉരുവായ കുഞ്ഞ് അതിദാരുണമായ പീഡാസഹനങ്ങൾ ഏറ്റെടുത്ത് കുരിശിൽ മരിക്കേണ്ട കൊച്ചാ. കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ അമ്മയ്ക്ക് വേദനയാണ്. മരിക്കേണ്ട കൊച്ച്, ഇതൊക്കെ അമ്മയ്ക്കറിയാം. പഴയ നിയമ പ്രവചനത്തിന്റെ പൂർത്തീകരണമായ യേശുവിൽ പൂർത്തീകരിക്കപ്പെടുന്ന രക്ഷാകര പദ്ധതി സഹനത്തിലൂടെ കുരിശുമരണത്തിലൂടെയാണെന്ന് കൃത്യമായിട്ട് അമ്മയ്ക്കറിയാം. യെശയ്യാ 53-ലൊക്കെ വ്യക്തമായിട്ടും കർത്താവിന്റെ ദാസനെ കുറിച്ച് പറയുന്നുണ്ട്. ഇതൊക്കെ മാതാവിനറിയാം. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയെ നമ്മൾ വിളിക്കുന്ന രക്തസാക്ഷികളുടെ രാജ്ഞി. രാജ്ഞി എന്ന് പറഞ്ഞ എല്ലാത്തിന്റെ മേൽ അധികാരമുള്ളവളാ. രക്തസാക്ഷിത്വത്തിന്റെ മേൽ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഇന്ന് നമ്മുടെ ക്രൈസ്തവ വിശ്വാസ ചരിത്രത്തില് എല്ലാ രക്തസാക്ഷികളും സഹിച്ച സഹനങ്ങളെ കൂട്ടിച്ചേർത്താലും അതിനും മേലായിരിക്കും പരിശുദ്ധ അമ്മയുടെ സഹനം. അതുകൊണ്ടാണ് അമ്മ രക്തസാക്ഷികളുടെ രാജ്ഞിയായിട്ട് മാറിയിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട മക്കളെ, അമ്മ ഒരിക്കലും തന്റെ ഇഷ്ടത്തിന് വേണ്ടി ജീവിച്ചില്ല. ഒരു കാര്യം ഓർത്തോ, ദൈവം നമ്മെ സൃഷ്ടിച്ചത് ദൈവത്തിന് വേണ്ടിയാ. അത് എപ്പോഴും ഓർത്തോളണം. ഇന്ന് എല്ലാവരുടെയും വിചാരം എന്റെ ഇഷ്ടം നടക്കാൻ വേണ്ടി എന്നെ ദൈവം സൃഷ്ടിച്ചേക്കണേ, അതുകൊണ്ട് ദൈവത്തെ മറന്നു, ദൈവം വേണ്ട, കൽപ്പന വേണ്ട, കുമ്പസാരം വേണ്ട, ദേവാലയം വേണ്ട, ദൈവബന്ധം വേണ്ട. അതിനനുസരിച്ച് ഗേ മാരേജ്, ഗർഭചിത്രം, കല്യാണം കഴിക്കാൻ ഒരുമിച്ച് താമസിക്കുന്നു, ജടിക പാപങ്ങള്, ഉദാശയില്ല, പ്രാർത്ഥനയില്ല, ദൈവബന്ധമില്ല. ലോകം നശിച്ച് തകർന്നു പോവാ. മനുഷ്യനറിയണം എന്ത്? ഞാൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ദൈവത്തിന് വേണ്ടിയാ. ഐ ആം ദ ഹാൻഡ് മെയ്ഡ് ഓഫ് ദ ലോർഡ്. സോ കർത്താവിന്റെ ദാസിയെ പോലെ സമർപ്പിക്കണം, ദാസനെ പോലെ സമർപ്പിക്കണം. അവിടെ ദൈവത്തിന്റെ ശക്തി നിറയും, പരിശുദ്ധാത്മാവ് നിറയും. ദൈവം എന്തിനു വേണ്ടി തിരഞ്ഞെടുത്തോ ആ ദൗത്യം ദൈവം നമ്മിലൂടെ പൂർത്തിയാക്കാൻ ദൈവം ഇടയാക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചിട്ട് എന്റെ ഇഷ്ടം നടക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഈ കുടുംബജീവിതം ജീവിക്കാൻ പറ്റില്ല. സന്യാസ ജീവിതത്തിലേക്ക് വന്നിട്ട്, പൗരോഹിത്യത്തിലേക്ക് വന്നിട്ട് എന്റെ ഇഷ്ടം നടക്കണമെന്ന് വിചാരിച്ചാൽ പ്രിയപ്പെട്ടവരെ, ഒരിക്കലും ഒരു നല്ല അച്ഛനാകാൻ എനിക്ക് പറ്റത്തില്ല, നല്ല കന്യാസ്ത്രീയാകാൻ പറ്റത്തില്ല, നല്ല ഭാര്യയാകാൻ പറ്റില്ല, ഭർത്താവാകാൻ പറ്റില്ല, അപ്പനാകാൻ പറ്റില്ല, അമ്മയാകാൻ പറ്റില്ല, മക്കളെ നന്നായിട്ട് പഠിക്കാൻ പറ്റില്ല. അപ്പൊ നിങ്ങളുടെ ഇഷ്ടം, ഇപ്പൊ എന്നെ ശ്രമിക്കുന്ന മക്കളുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം നിറവേറാൻ വേണ്ടി ഇറങ്ങി തിരിച്ചാൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമോ? വിശുദ്ധി ജീവിക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. ഒരു പഠിക്കുന്ന കുഞ്ഞ് എന്തെല്ലാം കാര്യങ്ങൾ വേണ്ടെന്ന് വെക്കണം. മൊബൈല് വേണ്ടെന്ന് വെക്കണം, കൂട്ടുകെട്ട് വേണ്ടെന്ന് വെക്കണം, ചില ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ വേണ്ടെന്ന് വെക്കണം. പഠിക്കാൻ വേണ്ടി സമയം കണ്ടെത്തണം. അതാണ് ദൈവഹിതം. ആ ദൈവഹിതം മനസ്സിലാക്കി അതിനെ സമർപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ ഒരു കുഞ്ഞ് ശ്രമിക്കുമ്പോഴാണ് ആ കുഞ്ഞിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടുക, വളരുക. ഇതാണ് മാതാവ് ചെയ്ത പ്രവൃത്തി. ദൈവത്തിന് സമർപ്പിച്ചു. അതിന്റെ ഒത്തിരി സഹനങ്ങള്, ഈജിപ്തിലേക്കുള്ള പലായനം, അമ്മയുടെ 7 വ്യാകുലം കൊന്നു. ആ വ്യാകുലങ്ങള് ധ്യാനിച്ചാൽ മതി. ശെമിയോന്റെ പ്രവചനം, ഈജിപ്തിലേക്കുള്ള പലായനം, പിന്നീട് കുരിശിന്റെ യോസേപ്പ് പിതാവിന്റെ മരണം, ഈശോയെ കാണാതെ പോണത്, എന്തെല്ലാം വേദനകളാ. പിന്നീട് ആ കുരിശിന്റെ പിന്നാലെയുള്ള യാത്ര, ആ കുരിശിന്റെ ചുവട്ടിലുള്ള നിൽപ്പ്, ആ മകന്റെ കുരിശിൽ തറയ്ക്കപ്പെടുന്ന രംഗം, ആ കുരിശിൽ കിടന്ന് പിടയുന്ന മോൻ, ആ മകന്റെ ചങ്ക് കുത്തി തുറക്കുന്ന രംഗം, ആ മോനെ മടിക്കെടുത്തുന്ന രംഗം, ആ മകനെ സംസ്കരിക്കുന്ന രംഗം, ഇതൊക്കെ സഹിച്ചുകൊണ്ടാണ് ഈ അമ്മ തന്റെ ഭൃത്യന്റെ പണി ചെയ്തത്. അപ്പമായിട്ട് തന്റെ മകനെ അനേകം മക്കൾക്ക് കൊടുക്കാൻ ഈ അമ്മ ഏറ്റെടുത്ത സഹനങ്ങളും വേദനകളും ഉപേക്ഷിക്കലുകളും എന്റെ പ്രിയപ്പെട്ടവരെ നമ്മളൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാകത്തില്ല. ഈ അമ്മയെ നമ്മൾ കണ്ട് പഠിക്കണം. ഇന്ന് സഭ, അധികാരികള്, പുരോഹിതര്, സന്യസ്തര്, കുടുംബജീവിതത്തില്, മക്കള്, ജോലിയില്, ബിസിനസ്സില്, പഠനത്തില്, വളർച്ചയില് ഈ അമ്മയെ കണ്ട് പഠിക്കണം. സഭ പറയുന്നുണ്ട്, മേരി ഈസ് ദ
മോഡൽ ആൻഡ് എക്സാമ്പിൾ ഓഫ് ക്രിസ്ത്യൻ ലൈഫ്. ക്രൈസ്തവ ജീവിതത്തിന്റെ മാതൃകയാണ്, വഴികാട്ടിയാണ് പരിശുദ്ധ അമ്മ. നമുക്കെല്ലാവർക്കും അമ്മേ എനിക്കതാ, അമ്മേ എനിക്കിതാ, അമ്മയോട് അപേക്ഷിക്കണമേ അപേക്ഷിക്കണമേ അപേക്ഷിക്കണമേ. അതല്ല മക്കളെ വേണ്ടേ, അമ്മയെ പോലെ ജീവിക്കാൻ കഴിയണം. അമ്മ സമർപ്പിച്ച പോലെ സമർപ്പിക്കാൻ കഴിയണം. ദൈവഹിത പ്രകാരം സഹിക്കേണ്ടതുണ്ട്, നമുക്കെല്ലാവർക്കും ഉണ്ട്. അവസാനം വരെ സഹിച്ചു നിൽക്കേണ്ടതുണ്ട്. കുടുംബജീവിതത്തിലോ ഈ ശരീരമുണ്ട്, എന്തെല്ലാം വേദന എന്നറിയോ? അവിടെ വേദന, ഇവിടെ വേദന, ആ പ്രശ്നം, ഈ പ്രശ്നം, കുടുംബ എല്ലാം വേദനയുണ്ട്, സഹനുണ്ട്. അവസാനം വരെ പ്രിയപ്പെട്ട മക്കളെ സഹിച്ചു നിന്നേ മതിയാകൂ ഈ മനുഷ്യപ്രകൃതിയിൽ. അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഓർത്തോ, ഈ ലോകത്തിന് വേണ്ടി ജീവിക്കുന്നവരാണെങ്കിൽ നമ്മൾ ശുദ്ധപോഷന്മാരാ. നമ്മൾ സ്വർഗം കണ്ട് ജീവിക്കണം. സ്വർഗത്തിന്റെ രാജ്ഞിയായ പരിശുദ്ധ അമ്മയെ കണ്ടു ജീവിക്കണം. ഈ അമ്മ നമ്മുടെ കൂടെയുണ്ട്. ഈ അമ്മ നമ്മുടെ പ്രിയപ്പെട്ട അമ്മയാണ്. ഈ അമ്മ നമ്മെ എല്ലാറ്റിലും സഹായിക്കും. ഈ അമ്മ നമ്മെ ശക്തിപ്പെടുത്തും. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, പരിശുദ്ധ അമ്മയുടെ ജനനത്തിരുന്നാൾ ആഘോഷിക്കുവാൻ വേണ്ടി നമ്മൾ ഏറ്റവും അടുത്തെത്തിയിരിക്കുമ്പോൾ നമ്മൾ ഈ ജനനത്തിരുന്നാൾ ഒരു സമ്മാനം ചോദിക്കി. വേറെ ഒന്നുമല്ല, ഭൗതികമായ ഒന്നിനും വേണ്ടി ചോദിക്കണ്ട. ഇങ്ങനെ ചോദിക്കി, അമ്മയെ പോലെ ദൈവഹിതത്തിന് സമർപ്പിച്ച് ദൈവേഷ്ടം നിറവേറ്റാൻ എനിക്കിടയാകണം. അതിനു വേണ്ട കൃപ, അതിനു വേണ്ട ശക്തി, അതിനു വേണ്ട സംരക്ഷണം പോരാ, എനിക്ക് അമ്മയുടെ സാന്നിധ്യം എപ്പോഴും എനിക്ക് വേണം. എൻ്റെ പൗരോഹിത്യത്തില്, എൻ്റെ വീട്ടില്, എൻ്റെ പഠനത്തില്, ജോലിയില്, ബിസിനസ്സില്, എൻ്റെ വൃദ്ധബദ്ധമായ ജീവിതത്തില് അമ്മ എൻ്റെ കൂടെ വേണം. ഐ നീഡ് യു, യു മസ്റ്റ് ബി വിത്ത് മീ. എൻ്റെ കൂടെ വേണം, ഉണ്ടായേ പറ്റൂ. അങ്ങനെ ഒരു ഗിഫ്റ്റ് ചോദിച്ചു വാങ്ങി, അത് മതി. എന്നൊരു കാര്യം ഓർത്തോ, ഈ പ്രോസ്പെരിറ്റി അല്ല എൻ്റെ പ്രിയപ്പെട്ട മക്കളെ അനുഗ്രഹം. എല്ലാവരും വിചാരം മാതാവൻ ചോദിച്ചു, അനുഗ്രഹം കിട്ടി, കല്യാണം നടന്നു, പിള്ളേരുണ്ടായി, അനുഗ്രഹം. അതൊന്നുമല്ല, അതൊക്കെ നൈമിഷികമാണ്. അനുഗ്രഹം എന്ന് പറയുന്നത് ദൈവേഷ്ടപ്രകാരം അതുകൊണ്ടാണ് മാതാവ് പറഞ്ഞില്ലേ, ഇപ്പോൾ മുതൽ സകല ജനപദങ്ങളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. എന്ത് ഭാഗ്യം അമ്മയ്ക്ക്, നമ്മുടെ കാഴ്ചപ്പാടില് എന്ത് ഭാഗ്യം അമ്മയ്ക്ക് കിട്ടിയ. ഭർത്താവ് നേരത്തെ മരിച്ചു, മോന് 33 വയസ്സിൽ മരിച്ചു. എന്തോരം സഹനങ്ങള്, എന്തോരം വേദനകള്. പ്രിയപ്പെട്ട മക്കളെ, ലോകത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ അധ്വാനിക്കേണ്ട. ജീവിച്ചോ, ദൈവം തന്ന കഴിവനുസരിച്ച് പഠിക്കുന്ന സമയത്ത് പഠിക്കുക, ജോലി ചെയ്യുക, സമ്പാദിക്കുക, എല്ലാം സൗകര്യങ്ങളൊക്കെ ചെയ്തോ. പക്ഷേ അതല്ല അനുഗ്രഹം. തമ്പുരാൻ ഇഷ്ടപ്രകാരം വരുന്ന സഹനങ്ങള്, വേദനകള്, സങ്കടങ്ങള് എല്ലാം കുരിച്ചോട് ചേർത്ത് വെച്ച് അവയെ കൃപയാക്കി മാറ്റി പരിശുദ്ധ അമ്മയോടൊപ്പം ജീവിച്ച് അവസാനം മരിച്ച് സ്വർഗത്തിൽ എത്തിച്ചേരുന്ന ആ ഒരു വലിയ അഭിഷേകം. നമ്മൾ ഈ ജന്മദിനമൊക്കെ നമ്മൾ ആഘോഷിക്കില്ലേ, അന്ന് തന്നെ ആഘോഷിച്ചോ ആഘോഷിച്ചില്ലേം കുഴപ്പമില്ല. മരിക്കണ ദിവസം നമ്മൾ പറഞ്ഞില്ലേ, ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, എൻ്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു, അതിനാൽ നീതിയുടെ വിധിയാളനായ കർത്താവ് നീതിയുടെ കിരീടം എന്നെ അണിയിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞ് അമ്മയോടൊപ്പം മരിച്ച് സ്വർഗത്തിൽ എത്തിച്ചേരുവാൻ നമുക്കിടയാകണം. ആ ഒരു അനുഗ്രഹത്തിന് വേണ്ടി ഈ ദിവസം പ്രാർത്ഥിക്കുക. അങ്ങനെ ജീവിക്കുമ്പോൾ തന്നെ കുടുംബത്തില് സമാധാനം, പൗരോഹിത്യത്തില് സമാധാനം, സഭയില് സമാധാനം. ഇന്ന് സഭയിലൊക്കെ പല അച്ഛന്മാർക്കും, പല കന്യാസ്ത്രീമാർക്കും, പല ബിഷപ്പുമാർക്കും, അധികാരികൾക്കും ഈ ഒരു ലക്ഷ്യമൊന്നുമില്ല. ഇവിടുത്തെ സ്ഥാനം, ഇവിടുത്തെ സമ്പത്ത്, ഇവിടുത്തെ കച്ചവടം, ഇവിടുത്തെ അധികാരം, ഇതൊക്കെ ഉള്ളൂ. സ്വർഗം കണ്ട് ജീവിക്കണ സഭയാണെങ്കിൽ ഉണ്ടല്ലോ, സ്വർഗം കണ്ട് ജീവിക്കണ അച്ഛന്മാരാണെങ്കിൽ ഉണ്ടല്ലോ, കുടുംബങ്ങളാണെങ്കിലും ഉണ്ടല്ലോ, കന്യാസ്ത്രീമാരാണെങ്കിലും എന്ത് സഹനം വന്നാലും അതെല്ലാം അമ്മയെ പോലെ സഹിച്ച് ക്ഷമിച്ച് കുരിശോട് ചേർന്ന് നിന്ന് കൃപയാക്കി മാറ്റി ഇവിടെ ജീവിക്കും. ഒരു കലഹമോ കേസോ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവത്തില്ല. ഇന്ന് സഭയിൽ എന്താ, നമ്മുടെ കുടുംബങ്ങളിൽ എന്താ, പൗരോഹിത്യത്തിൽ എന്താ, സന്യാസ ജീവിതത്തിൽ എന്താ? ഇതിന്റെയൊക്കെ അടിസ്ഥാനം ഈ അമ്മയെ കണ്ടുപഠിച്ചിട്ടില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, അമ്മയിൽ നിന്ന് പഠിക്കാം, അമ്മയിൽ നിറഞ്ഞ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, അമ്മയുടെ സാന്നിധ്യത്തില് ജീവിക്കാം. അമ്മ നമ്മെ പഠിപ്പിക്കും, അമ്മ നമ്മെ വളർത്തും. യോഹന്നാനെ പഠിപ്പിച്ച പോലെ, യോഹന്നാനെ വളർത്തിയ പോലെ നമ്മുടെ വീട്ടിലേക്ക് വന്ന് കൂടെ വസിച്ച് അമ്മ നമ്മെ വളർത്തും, നമ്മെ പഠിപ്പിക്കും, സ്വർഗത്തിന്റെ മക്കളാക്കി മാറ്റും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടി നിന്ന്
കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പ്രമാണങ്ങളെയും പ്രവചനമായും സമാദരിക്കുകയും എല്ലാ നിയമങ്ങളും പൂർത്തിയാക്കുകയും ചെയ്ത മിശിഹായെ, ഞങ്ങളുടെ മേലധികാരികളിൽ നിന്നെ ദർശിക്കാനും അവിടെ ആജ്ഞകൾ അനുസരിക്കാനും ഞങ്ങളെ ശക്തരാക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഏലിയായുടെ തീക്ഷ്ണതയോടും മൂശയുടെ ധൈര്യത്തോടും കൂടി ജീവിതകാലം മുഴുവൻ നിനക്ക് ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. താബോർ മലയിൽ വെച്ച് രൂപാന്തരപ്പെടുകയും നിന്റെ മഹത്വം കണ്ട് ഭീതി പൂണ്ട വത്സര ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തുകയും ചെയ്ത കർത്താവേ, വിധി ദിവസത്തിൽ മഹത്വപൂർണനായി നീ പ്രത്യക്ഷപ്പെടുമ്പോൾ ആനന്ദത്തോടെ നിന്നെ എതിരേൽക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അക്രമം കൈവെടിഞ്ഞ് സ്നേഹത്തിലും സഹിഷ്ണുതയിലും സമാധാനത്തിന്റെ മാർഗത്തിലൂടെ ലോക ജനതയെ നയിക്കുവാൻ രാഷ്ട്രതലവന്മാരെ പഠിപ്പിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തെ വാഗ്ദാനത്തിന്റെ നാട്ടിലേക്ക് മോശ നയിച്ചതുപോലെ സ്വർഗീയ ഭവനത്തിലേക്ക് ഞങ്ങളെ നയിക്കുവാൻ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായും ഞങ്ങളുടെ മേലധ്യക്ഷനായ മാർ ജോർജ് ആലഞ്ചേരി ശ്രേഷ്ഠ മെത്രാപ്പൊലീത്തായും എല്ലാ അതിരൂപത അധ്യക്ഷന്മാരെയും രൂപത അധ്യക്ഷന്മാരെയും സഭാധ്യക്ഷന്മാരെവരെയും അനുഗ്രഹിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ ഉദ്ധാനവും പ്രതീക്ഷയുമായ മിശിഹായെ, നീ കുരിശടയാളത്തോടു കൂടി വാനമേഘങ്ങളിൽ ആഗതനാകുമ്പോൾ നിന്റെ വലത്തുഭാഗത്തണി നിരക്കുവാൻ ഞങ്ങളെ അർഹരാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി ഭക്ഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും അങ്ങ് കാരുണ്യാതിരേകത്താൽ തിരഞ്ഞെടുത്ത അങ്ങയുടെ അജഗണമായ ജനം മുഴുവന്റെയും കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എന്റെ നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ. കർത്താവിന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. ചെയ്യാം ദൈവമേ ജീവിതം ബലിയായി എന്നെയുമെൻ സർവവും നിൻ തിരുബലിയിൽ കാഴ്ചയാം ദൈവമേ ജീവിതം ബലിയായി എന്നെയുമെൻ സർവവും നിൻ തിരുബലിയിൽ ഹൃദയതാലമതേകിടാൻ ഹൃദയപൂർവം ഞാൻ സ്നേഹമോടെ മാറ്റണേ നിൻഹിതം പോലെ. ഹൃദയതാലമതേകിടാൻ ഹൃദയപൂർവം ഞാൻ സ്നേഹമോടെ മാറ്റണേ നിൻഹിതം പോലെ. താതനുമതുപോലാത്മജനും ദിവ്യറുഹായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മാറിയൗസേപ്പിനെയും സാദരമോർത്തിടാം പാവനമേ ബലിയിൽ. ആദിയിലെ പോലെന്നേക്കും ആമേൻ ആമേൻ. സുതനുടെ പ്രേക്ഷിതരേ ഏകജ സ്നേഹിതരേ ശാന്തി ലഭിച്ചിടുവാൻ
സർവരുമൊന്നായി പാടിയിടട്ടെ ആമേനാമേ. മാർത്തോമായെയും സാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിയിലോർത്തിടാ. നമ്മുടെ കൂടെ ബലവാനാ കർത്താവെന്നേക്കും. രാജാവാം ദൈവം നമ്മോടൊത്തെന്നും. യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. മൃതരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു. ഉദ്ധിതരായിടുമാ തിരുസന്നിധിയിൽ ഹൃദയഗതങ്ങൾ ചൊരിയുവിനെന്നേക്കും. നോമ്പും പ്രാർത്ഥനയും പശ്ചാത്താപവുമായി ത്രിത്വത്തെ മോദാൻ നിത്യം വാഴ്ത്തിടാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കും മുമ്പുള്ള ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിന്റെ ജനിച്ചവനും എല്ലാ സൃഷ്ടിയുള്ളവനും ഏകകർത്താവുമായ ഈശോമിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോട് കൂടെ ഏകസത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മളെ രക്ഷിക്കുകയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ത്രീവാദികൾക്ക് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരുന്ന പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും സീതാരാമുമായ ഏകപരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്നേഹികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനായും ശരീരത്തിന്റെ ഉള്ളിലും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെ നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തയാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. പാതരിക്കസുമാരും മത്തവന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവേൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസിയുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോട് മരിച്ച് ഈ ലോകത്തിന് വേർപെട്ടു പോയ എല്ലാവരും സ്മരിക്കുവേൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിന് രക്ഷിക്കും. സ്വർഗ്ഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ. എന്റെ സഹോദരരെ, ഈ കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. നമ്മെ ശക്തരാകട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംവേദനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ,
അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളും ആയിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. സഹോദരേ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാതൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. പൂർവപിതാവാമബ്രാഹം ഇസ്ഹാക്ക് യാക്കോബ് എന്നിവർ തൻ ദൈവമേ നിത്യം ആരാധ്യൻ. രാജാവേ നിൻ സന്നിധിയിൽ അഖില ചരാചര കർത്താവാം ദൈവത്തിനു ബലി അർപ്പിപ്പൂ. ന്യായവുമാണതു യുക്തവുമാം, ന്യായവുമാണതു യുക്തവുമാം, ന്യായവുമാണതു യുക്തവുമാം, ന്യായവുമാണതു യുക്തവുമാം. സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ അധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിലും നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ 10,000ങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഒന്നായുച്ച സ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു. സ്തുതിഗീതങ്ങൾ പാടുന്നു.
ദൈവം നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ ബലവാനീശൻ പരിശുദ്ധൻ മണ്ണും എണ്ണും നിറയും മന്നവനവനുടെ മഹിമകളാൽ ഉന്നത വീതിയിലോശാന ദാവീദിൻ സുതരോശാന കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാവായി വീണ്ടും വരവോനും ധന്യൻ ഉന്നത വീതിയിലോശാന ഓശാന. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദൃശനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്തയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഠാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ച് കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പം എടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരം ആകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തം ആകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായ ഈ ദാസർ അങ്ങേ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. അങ്ങയുടെ ദൈവിക ജീവനിൽ
ഞങ്ങളെ പങ്കുകാരാക്കുവാൻ അങ്ങ് ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപ്പതിച്ചു പോയ ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ അങ്ങയുടെ സമർത്ഥമായ അനുഗ്രഹത്താൽ മഹത്വം അണിയിക്കുകയും ചെയ്തു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. എപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോട് കൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമായിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ മേലധ്യക്ഷനും പിതാവുമായ മാർ ജോർജ് ആലഞ്ചേരി പിതാവിന് വേണ്ടിയും അതിരൂപതാധ്യക്ഷൻ ആന്റണി മെത്രാപ്പൊലീത്തായ്ക്കും മറ്റെല്ലാ മേലധ്യക്ഷന്മാർക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്കാ സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ, സന്യാസികൾ, ആത്മായ പ്രേക്ഷിതർ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ലിഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നദ്ധിയിൽ പ്രീതിജനകമാവിധം വർത്തിച്ച നീതിമാന്മാരും ശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും നമ്മുടെ കുടുംബവൃക്ഷത്തിൽ നിന്ന് മരണം മൂലം വേർപിരിഞ്ഞു പോയ നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാം നമുക്കൊരു നിമിഷം ഓർക്കാം. പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിന്റെ തലേനാളായ ഇന്ന് അമ്മയുടെ വലിയ സംരക്ഷണത്തിലേക്ക് മരിച്ചു പോയ എല്ലാ പ്രിയപ്പെട്ടവരുടെ ആത്മാക്കളെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ശുദ്ധീകരണ സ്ഥലത്ത് വേദന അനുഭവിക്കുന്ന എല്ലാ മക്കളെയും നമുക്ക് ഓർക്കാം. പ്രത്യേകിച്ചും ആരോരും പ്രാർത്ഥിക്കാനില്ലാത്ത ആത്മാക്കളെ നമുക്ക് സ്മരിക്കാം. അവർക്കെല്ലാം വേണ്ടി അമ്മയുടെ മധ്യസ്ഥത്തില് ഈ ബലിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവം കാത്തുകൊണ്ട് അങ്ങേ തിരുസന്നിധിയിലായിരിക്കുന്ന അങ്ങയുടെ പ്രിയപ്പെട്ട ഈ മക്കൾക്ക് വേണ്ടിയും ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാ മക്കൾക്ക് വേണ്ടിയും ആർക്കെല്ലാം വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ടിട്ടുണ്ടോ ആരോടൊക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കാമെന്നും ഈ ബലിയിൽ സമർപ്പിച്ചോളാം എന്ന് പറഞ്ഞിട്ടുള്ള എല്ലാ മക്കൾക്ക് വേണ്ടിയും എല്ലാ യുവമക്കൾക്കും കുഞ്ഞുമക്കൾക്ക് വേണ്ടിയും യോഗ്യനും പാപിയും ബലഹീനനുമായ എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ഈ ബലിപീഠത്തിങ്കൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കന്യകാമറിയത്തിന്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവന സ്മരണ അങ്ങയുടെ അവർണ്ണനീയവും സമർത്ഥവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായെ അങ്ങ് അയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹ വന്ന് ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, ശ്ലീഹന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരംഗതന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവർക്കും വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യകമായ നൈർമല്യത്തിന്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ,
എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ഈ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ധാനത്തിന്റെയും മഹനീയവും ഭയഭക്തി ജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്ന് അങ്ങയുടെ ദാസരുടെ ഈ കുർബാനയിൽ അവിടെ നിന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും അങ്ങയെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ ഈ രക്ഷാപദ്ധതിയെ കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യത്തിനനുസൃതമായി ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായെ, അങ്ങയുടെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ അങ്ങയ്ക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതും ആകുന്നു. ഇത് യോഗ്യതയോടെ ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. അതുമാത്രം ഞാൻ കൊതിപ്പൂ. അണയേണമേ എൻ്റെ ഉള്ളിൽ, അതുമാത്രം ഞാൻ കൊതിപ്പൂ. വാ എന്നെ യേശുനാഥാ, വാ എൻ സ്നേഹനാഥാ, വന്നു വസിച്ചിടുകിന്നിൽ, നിൻ സ്നേഹമെന്നിൽ നിറയ്ക്കൂ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീര രക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോട് സമീപിക്കാം.
അനുനാമത്തിൽ നിന്നുളവാകുന്ന സ്വർണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ട് പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ട് സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ട് നമുക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, ദാസന്റെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, ദാസന്റെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, ദാസന്റെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പവിത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, ദാസന്റെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ദാസന്റെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നിത്യജീവന് കാരണമാകട്ടെ. എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവം ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ അങ്ങയെ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോടും ഒന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പവിത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടു കൂടെ അങ്ങയുടെ സന്നദ്ധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് അങ്ങയെ വിളിച്ച് ഇപ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ എല്ലാ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിന് ഉള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു. ഏകപുത്രൻ പരിശുദ്ധനാകുന്നു. ഏകരൂപ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. നമ്മെ വിശുദ്ധീകരിക്കുന്ന അമൂല്യമായ ശരീര രക്തങ്ങൾ നൽകപ്പെടുന്നു. സകലത്തിന്റെ നാഥ, നീ പരിശുദ്ധൻ 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 എന്ന് നമുക്ക് പാടി സ്തുതിക്കാം. പാപമോചനത്തിനായി ഇതാ സകല ജനതകൾക്കും സ്വർഗീയ അപ്പം നൽകപ്പെടുന്നു. നമുക്ക് ഈ ദിവരഹസ്യങ്ങൾ സ്വീകരിച്ച് മാലാഖമാരടുത്തെ അവിടുത്തെ ഹല്ലേലൂയ പാടി സ്തുതിക്കാം. നമ്മെ ജീവിപ്പിക്കുന്ന നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണമാകട്ടെ. ഇപ്പോഴും എന്നേക്കും ആമേൻ. ഇതാ കടങ്ങളുടെ മോചനത്തിനായുള്ള ദൈവിക ദാനം. സഹോദരെ, ഈ ദാനം സ്വീകരിക്കുകയും അതുവഴി വിശദീകരിക്കപ്പെടുകയും ചെയ്യുവൻ.
നമുക്ക് ഹല്ലേലൂയ പാടിക്കൊണ്ട് ഐക്യത്തോടും സ്നേഹത്തോടും കൂടി ഈ ദാനം സ്വീകരിക്കാം. മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. വലിയ പ്രാർത്ഥനയോടെ ആത്മന എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഹൃദയം തുറന്ന് എൻ്റെ ഈശോയെ എൻ്റെ ഉള്ളിലേക്ക് അവിടെ നിന്ന് എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആത്മന ഉള്ള ദിവ്യകാരണ സ്വീകരണം നമുക്കിപ്പോൾ നടത്താം. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. എന്റെ യേശുവേ, അങ്ങേ ദിവ്യകൂദാശയിൽ സന്നിഹിതനാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞങ്ങൾ അങ്ങേ സ്നേഹിക്കുകയും ഞങ്ങളുടെ ആത്മാവിൽ അങ്ങേ സ്വീകരിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങേ സ്വീകരിക്കുവാൻ ഇപ്പോൾ ഞങ്ങൾക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് ഞങ്ങളിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞങ്ങൾ അങ്ങേ ആശ്ലേഷിക്കുകയും ഞങ്ങളെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ ഞങ്ങളെ അനുവദിക്കരുതേ. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ കൃപാവർത്താൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, ദൈവരാജ്യത്തിന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. തിന്മയിൽ നിന്ന് മോചിതരായി ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളുവാൻ ഞങ്ങളെ അങ്ങ് യോഗ്യരാക്കി. അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുവാനും അങ്ങയുടെ വചനം പ്രഘോഷിക്കുവാനും ബലഹീനരായ ഞങ്ങൾക്ക് ശക്തി നൽകിയ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായെ, ഈ ദിവ്യരഹസ്യങ്ങൾ വഴി അങ്ങയുടെ മഹത്വം പ്രകീർത്തിക്കുവാൻ ഞങ്ങൾക്ക് അങ്ങ് കൃപ നൽകി. സകലത്തെയും പവിത്രീകരിക്കുന്ന അങ്ങയുടെ ശരീര രക്തങ്ങൾ വഴി നിത്യസൗഭാഗ്യത്തിൽ അങ്ങയോടൊപ്പം പങ്കുചേരുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. നിസ്തുല ദിവ്യരഹസ്യങ്ങൾ പരികർമ്മം നാം ചെയ്യുകയാൽ നാഥൻ തന്റെ മഹത്വത്തിൽ പങ്കാളികളായി തീർത്തല്ലോ. പീഡകളെങ്ങും നിറയുമ്പോൾ വിശ്വാസത്തിൽ നിലനിൽക്കാൻ സ്നേഹപിതാവാം സകലേശൻ കൃപയും ശക്തിയുമരുളട്ടെ. ദൈവത്തിൻ പരിപാലനമേ, ഭൂവിൽ നിങ്ങൾക്കെന്നാളും നൽവരദാനം നൽകിയിടും. സംരക്ഷണവും ചിരകാലം കുരിശാൽ രക്ഷിതരാം നിങ്ങൾ കരുണയിലെന്നും വളരട്ടെ. ഹൃദയത്തിൽ കൃപ നിറയട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ കബറിടമേ സ്വസ്തി. നിന്നിൽ നിന്ന് ഞങ്ങൾ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനി ഒരു ബലി അർപ്പിക്കുവാൻ ഞങ്ങൾ വരുമോ ഇല്ലയോ എന്നറിഞ്ഞുകൂടാ. നിത്യപുരോഹിതനായ ഈശോ
അങ്ങേ ദാസന്മാരായ വൈദികർക്ക് യാതൊരു ആപത്തും വരാതെ അങ്ങേ തിരുഹൃദയത്തിൽ അഭയം നൽകണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദിവസം തോറും എടുക്കുന്ന അവരുടെ അഭിഷിക്ത കരങ്ങളെ മലിനമാകാതെ കാക്കണമേ. അങ്ങേ വിലയേറിയ രക്തത്താൽ നനയുന്ന അവരുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ അങ്ങേ പരലോകത്തിന്റെ മഹനീയ മുദ്ര പതിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കളിൽ നിന്ന് അകറ്റുകയും വിശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിന് വേണ്ടിയുള്ള പ്രയത്നങ്ങൾ ഫലസമൃദ്ധങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഇഹത്തിൽ അവരുടെ ആനന്ദവും ആശ്വാസവും പരത്തിൽ നിത്യസൗഭാഗ്യത്തിന്റെ മകുടവുമായി തീരട്ടെ. അങ്ങയോട് കൂടിയായിരിക്കുവാനും വചനം പ്രഘോഷിക്കുവാനും തിന്മയെ ചെറുക്കുവാനും അവർ സദാ ഉത്സുകരാകട്ടെ. കർത്താവേ, അങ്ങയുടെ സഭയ്ക്ക് വിശുദ്ധരായ വൈദികരെയും സന്യാസിമാരെയും അൽമായ പ്രേക്ഷിതരെയും പ്രദാനം ചെയ്യണമേ. ലോകരക്ഷകനായ ഈശോ അങ്ങേ പുരോഹിതരെയും വൈദിക ശുശ്രൂഷകരെയും വിശദീകരിക്കണമേ. വൈദികരുടെ രാജ്ഞിയായ പരിശുദ്ധ മറിയമേ, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ ജോൺ മരിയ വിയാനി, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ അൽഫോൻസാമേ, സന്യസ്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. തിരുക്കുടുംബമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അച്ഛാ, എപ്പോഴും എന്നേക്കും സ്തുതിയായിരിക്കട്ടെ. താങ്ക് യു. എല്ലാവരെയും ഈശോ അനുഗ്രഹിക്കട്ടെ.